ജി ഡി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഐഡന്റിറ്റിയും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഇതൊരു 7th സ്റ്റാൻഡേർഡ് മുതൽ +2 ബിടെക്കിനും ഡിഗ്രിക്കും ഒക്കെ ആവശ്യം വരും. സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, ഈ രണ്ട് ഐഡന്റിറ്റി നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നോക്കൂ, A+B ഹോൾ സ്ക്വയർ. A+B ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A+B × A+B ആണ്. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐഡന്റിറ്റി കിട്ടുന്ന A² + 2AB + B² ആണ്. ഇനി A-B ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A² - 2AB + B², A-B × A-B. ഇനി നമുക്ക് ഈ A-B ഹോൾ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, A+B ഹോൾ സ്ക്വയർ -4AB. ഇപ്പൊ ചില പ്രോബ്ലംസിൽ A-B ഹോൾ സ്ക്വയറിൽ A-B കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് A+Bയുടെ വാല്യൂ ഉണ്ടാവും. A+B വെച്ചിട്ട് എങ്ങനെ A-B കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ A-B ഹോൾ സ്ക്വയർ A+B ഹോൾ സ്ക്വയർ -4AB. ഇത് എങ്ങനെ വരുന്നത് നോക്കാം. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. A+B ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A² + 2AB + B² -4AB. അപ്പൊ എന്ത് വരും? A² ഒരേപോലത്തെ ടേം ആണ്, AB വരുന്നത് 2AB - 4AB. അപ്പോൾ ഈ ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് നമ്പർ വരുമ്പോൾ ഡിഫറൻസ് കണ്ട് വലുതിന്റെ ചിഹ്നം ചേർക്കണം. അപ്പൊ ഡിഫറൻസ് 2 ആണ്, വലുത് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ എന്ത് വരും? A² - 2AB + B². അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A-B ഹോൾ സ്ക്വയർ A+B ഹോൾ സ്ക്വയർ -4AB. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിന്റെ ഒരു ഇത് ചെയ്യാം. ഒരു പ്രോബ്ലത്തിൽ A+B 10 തന്നിട്ടുണ്ട്. ഫൈൻഡ് A and B. നിങ്ങളോട് പറയാണ് രണ്ട് നമ്പറിന്റെ സമ്മ് 10 ആണ്, എയും ബിയും കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഐഡന്റിറ്റി ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ A-B കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. A-B ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A+B ഹോൾ സ്ക്വയർ -4AB. ഇവിടെ എ ബിയും തരണം. അപ്പൊ A+B = 10, AB = 24 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് A+B ഹോൾ സ്ക്വയർ 10² - 4 × 24. 10² - 4 × 24, 24 × 20 × 4 80, 4 × 4 6, അപ്പോൾ 96 കിട്ടും. സോ 100 - 96 നമുക്ക് 4 കിട്ടും. അപ്പോൾ A-B ഹോൾ സ്ക്വയർ 4 കിട്ടി. സോ A-B = +or -2 കിട്ടും. അപ്പോൾ A-B A+B നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? A-B നമുക്ക് ഇക്വേഷൻ 1 2 കൊടുത്തിട്ട് 1 + 2 ആഡ് ചെയ്താൽ 2A നമുക്ക് കിട്ടും. അതിന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു സൈനിങ് ഔട്ട്.